വാർത്തകളിലേക്ക്. ആര് വാഴും ആര് വീഴും? ഫസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കൃത്യം 10:30 പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. നമ്മുടെ പ്രതിനിധി റാണിയ നമ്മോടൊപ്പം ചേരുന്നു. മറ്റ് പ്രയാസമൊന്നുമില്ലാത്ത പോളിംഗാണ് മസ്കൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ മുൻകൂട്ടി അറിയിച്ചതിനെ പ്രമുഖ വ്യക്തികൾ സ്കൂൾ ക്യാമ്പസിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സലാം സർ അറിയിച്ചു. റാണിയ, ഓക്കെ, പ്രമുഖ വ്യക്തികൾ ബൂത്ത് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി പൗരന്മാരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. 18 വയസ്സായ നമ്മളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ആളുകളാണ്. വളരെ നല്ലൊരു അനുഭവമാണ്. എങ്ങനെയാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളുടെ ഭാഗമാകും, എങ്ങനെയാണ് വോട്ട് ചെയ്യാവുന്നതിന്റെ യഥാർത്ഥ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അഭിനന്ദനീയമാണ്. നല്ലൊരു മാതൃകയിൽ നല്ലൊരു പാഠമാണ് ഇതുവഴി കിട്ടാനുള്ളത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയയുടെ, അതായത് വോട്ടവകാശമുള്ള പൗരന്മാരായി മാറാൻ പോവുകയാണ്. അപ്പോൾ ആ നിലക്ക് ശരിക്കും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ അതേ മോഡൽ, അതായത് നിങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് ഏറെ സന്തോഷമുണ്ട്. ഒരു വോട്ടെടുപ്പ് എങ്ങനെയാണോ ഐഡന്റിറ്റി കാർഡ്, മഷി പുരട്ടല്, അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഹാളിനകത്ത് കൃത്യമായി പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാര്, ബാലറ്റ് കൗണ്ടറുകളൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു എന്നത് ഒരു മെമ്പർ എന്ന നിലക്ക് വളരെ സന്തോഷമുണ്ട്. മസ്വരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നിവിടെ വന്നപ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ, അതായത് മാർഗ പിന്നെ ഇങ്ങനെ നമ്മൾ പറയാം, അതായത് നല്ലൊരു ഇലക്ഷൻ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു.